അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ മൂന്നാമത്തെ പാഠം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന പാഠം വായിക്കുന്നു. ഇൻഷാ അല്ലാഹ് തദ്രീബാത്ത് നോക്കാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയ പ്രവാചകരെ. എന്താണ് ഹെഡിങ്ങിൻ്റെ പൊരുൾ? നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. കുറച്ച് ദിവസം വഹ്യ് ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കൊതിയായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ആകാശഭൂമികൾക്കിടയിൽ ഇരിക്കുന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടിലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു. അപ്പോൾ വീണ്ടും വഹിയുണ്ടായി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാ കണ്ടത്? ആകാശഭൂമികൾക്കിടയിൽ ഇരിക്കുന്നതായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 ആയത്തുകൾ അവതരിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ നബിയെ. ഖും ഫഅൻദിർ, ഖും നബിയെ തങ്ങൾ എഴുന്നേൽക്കൂ. ഫഅൻദിർ, മുന്നറിയിപ്പ് നൽകൂ. വ റബ്ബക ഫകബ്ബിർ, തങ്ങളിന് നാഥനെ വാഴ്ത്തൂ, തങ്ങളിന് നാഥനെ തക്ബീർ ചൊല്ലൂ, മഹത്വവൽക്കരിക്കൂ. വസിയാബക ഫതഹിർ, വിശുദ്ധി നേടൂ. വസിയാബക ഫതഹിർ, വിശുദ്ധി നേടൂ, അവിടുത്തെ വിശുദ്ധി നിലനിർത്തുക. പാഠത്തിൽ തദ്രീബത്തിൽ അർത്ഥം കാണാം. വസിയാബക ഫതഹിർ, അവിടുത്തെ വസ്ത്രങ്ങൾ വിശുദ്ധിയാക്കൂ, അവിടുത്തെ വിശുദ്ധി നിലനിർത്തുക. വറുജ്സ ഫഹ്ജുർ, ദുർവൃത്തികൾ ഉപേക്ഷിക്കുക. വലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ദാനം നൽകാതിരിക്കുക. വലി റബ്ബിക ഫസ്ബിർ, തങ്ങളുടെ നാഥന് വേണ്ടി ക്ഷമ കൈക്കൊള്ളൂ. പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ഈ വചനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ അയ്യുഹൽ മുദ്ദസ്സിർ എന്നുള്ള ഈ ആയത്തുകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ഈ വചനങ്ങളിൽ ഉണ്ടായിരുന്നത്. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം ആരംഭിച്ചു. പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഇസ്ലാം ആശ്ലേഷിച്ചു. അപ്പോൾ ഇസ്ലാമിൻ്റെ രഹസ്യ പ്രബോധന കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എന്ത് ഇസ്ലാം ആശ്ലേഷിച്ചു. രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടു നിന്നു. എത്ര വർഷം രഹസ്യ പ്രബോധനം നീണ്ടു നിന്നു? 3 വർഷം നീണ്ടു നിന്നു. പലരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്മേൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിവരൂ, ഓടിവരൂ. കേട്ടവരെല്ലാം കുന്നിനു താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, അതെ, നിങ്ങൾ കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. നിങ്ങൾ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് പ്രബോധനത്തിൻ്റെ ആദ്യ ധ്വനി മുഴങ്ങുകയാണ്. പരസ്യ പ്രബോധനം, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അബൂലഹബ് എന്താ പറഞ്ഞത്? നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഈ സന്ദർഭത്തിൽ സൂറത്തുൽ മസദ് അവതരിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന സൂറത്തുൽ മസദ് എന്ത് ചെയ്തു? അവതരിച്ചു. അത് അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പുലർന്നു. പരസ്യപ്രബോധനം തുടങ്ങിയതോടെ എതിർപ്പുകളുണ്ടായി. സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക,
തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്താ നബി തങ്ങൾ ഉപദേശിച്ചത്? സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി തങ്ങൾ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. എങ്ങനെ? തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പലരും കഠിന പീഡനങ്ങൾക്കിരയായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. എങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ പീഡിപ്പിക്കുന്നത്? യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിലിട്ട് പീഡിപ്പിച്ചു. ജയിലിലാക്കിയിട്ട് തടങ്കലിലിട്ട് എന്ത് ചെയ്തു? മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ അബൂ ജഹലിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. സുമയ്യ റളിയല്ലാഹു അൻഹ അബൂജഹലിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടും പട്ടിണിക്കിട്ടു. ഭക്ഷണം കൊടുക്കാതെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിട്ടു. സിന്നീറ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റ പീഡനത്തിൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. സിന്നീറ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റ പീഡനത്തിൻ്റെ കാഠിന്യം കാരണത്താൽ പീഡനത്തിൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പീഡനങ്ങൾ വിശ്വാസികളെ ഇസ്ലാം ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. സബറൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത കേന്ദ്രം സ്വർഗമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നഖറഹു അനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത്, കോളത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയരായവരുമായ സ്വഹാബികളിൽ ചിലർ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നീറ റളിയല്ലാഹു അൻഹ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റവാഹ് റളിയല്ലാഹു അൻഹു. ഇനി അർത്ഥങ്ങളാണ്. മുദ്ദസിറുൻ പുതപ്പിട്ട് മൂടിയവൻ, ഖും എഴുന്നേൽക്കൂ, അൻദിർ മുന്നറിയിപ്പ് നൽകൂ, കബ്ബിർ വാഴ്ത്തു. സൗബ് എന്ന് പറഞ്ഞ വസ്ത്രം, സിയാബ് എന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ. വസിയാബക ഫതഹിർ അവിടുത്തെ വിശുദ്ധി നിലനിർത്തൂ. സൂറത്തുൽ മസദ്, സൂറത്തു അബീ ലഹബ്, തബ്ബത് യദാ അബീ ലഹബി മുത്തബ് എന്നുള്ളതാണ്. റുജ്സ് എന്ന് പറഞ്ഞാൽ ദുർവൃത്തി, ഹജറ വെടിഞ്ഞു. ബാക്കിയുള്ള വാക്യങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി അതിൽ രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതെങ്ങനെ? ആൻസർ, ആകാശഭൂമികൾക്കിടയിൽ ഇരിക്കുന്നവനായിട്ട്. രണ്ട്, ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാണ്? ആൻസർ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മൂന്ന്, രഹസ്യപ്രബോധനം എത്ര കാലം നീണ്ടു നിന്നു? ആൻസർ, 3 വർഷം. 4, സൊഫയുടെ മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതും എഴുതാം, അതേ രൂപത്തിൽ മറ്റേതും എഴുതാം. അവിടെ ആ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പായിട്ട് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അതും അവിടെ ചേർത്ത് കൊടുക്കാം. 5, അബൂ ലഹബ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? ആൻസർ, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? 6, സൂറത്തു അബീ ലഹബിൻ്റെ ഉള്ളടക്കമെന്ത്? ആൻസർ, അബൂ ലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. അതാണ് മസ്ജിദിലെ ഉള്ളടക്കം. 7, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കാൻ കാരണമെന്ത്? സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക എന്നീ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചപ്പോഴാണ് അവർ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ആക്രമിക്കാൻ തുടങ്ങിയത്. ഇനി 8, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? ആൻസർ, നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വച്ചു.
ഇനി അടുത്ത് നസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചത് 3 നെഞ്ചിൽ പാറക്കല്ല് വെച്ച് പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ ആൻസർ 1 പീഡനമേറ്റ് രക്തസാക്ഷിയായി. സിന്നീറ റളിയല്ലാഹു അൻഹ ആൻസർ 4 പീഡനത്താൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തടവിലിട്ട് പീഡിപ്പിച്ചു. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു കൊടും പട്ടിണിക്കിട്ടു. അങ്ങനെ അത് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നുൻഷി ഉൽ ജുമല ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് എഴുതണം നമുക്ക്. പീഡിപ്പിച്ചു, ഒന്നാമത് പീഡിപ്പിച്ചു, അപ്പോൾ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചു. അടുത്ത് ആശ്ലേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. മുന്നറിയിപ്പ് നൽകി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പ്രബോധനം നടത്തി. AP ഉസ്താദ് ദീനീ പ്രബോധനം നടത്തി. അടുത്ത് ഉൾക്കിടിലം. അവർ 2 പേരും ഉൾക്കിടിലത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അടുത്ത് നുബയ്യന സിയാക്ക്, സന്ദർഭം വിവരിക്കാനാണ്. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഏതാണ് സന്ദർഭം? ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ലഹബ് പറഞ്ഞതാണ്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇനി തഖ്സീസ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ചെറിയ രൂപത്തിൽ നമുക്ക് നോക്കാം, വിശാലമായിട്ട് കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു അടിമയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എത്യോപ്യൻ വംശജനായിരുന്നു. ഉമയ്യത്തിൻ്റെ അടിമയായി മക്കയിൽ അദ്ദേഹം എത്തി. ഒരു മനുഷ്യനായി ഞാൻ എന്തിനാണ് ഈ താഴ്ന്ന പണിയെടുത്ത് ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ യജമാനൻ ഉമയ്യത്തിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ബഹുമാനപ്പെട്ടവർ അനുഭവിച്ചു. നല്ല സ്വരമാധുര്യം ഉള്ള ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. നല്ല സ്വരമാധുര്യമുള്ള ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിൻ ആയിരുന്നു, ബാങ്ക് വിളിക്കുന്നവരായിരുന്നു. ഹിജറ 20-ാം വർഷം ഡമസ്കസിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പഠന മേഖലയിൽ അല്ലാഹു തആല നല്ല ഹിക്മത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.